ഹലോ എവ്രി വൺ, ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ടൈംലെസ് റീഡിംഗ് ആണ്. സോ ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകർ ചെയ്യേണ്ടത് മനസ്സിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ വിളിക്കൂ. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സിനോട് പറയൂ. ഓക്കെ, നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രത്യേക ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ കൊടുക്കൂ. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ടാരോ കാർഡ് റീഡിംഗ് കാണുന്നത്. അതല്ല, നിങ്ങൾക്ക് ജനറൽ ഒരു റീഡിംഗ് ആണ് കാണുന്നത്, എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കൂ, സ്പിരിറ്റ് ഗൈഡ്സിനോട് പ്രാർത്ഥിക്കൂ, ആൻഡ് ലെറ്റ് സ്പിരിറ്റ് ഗൈഡ് ചൂസ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു. ഓക്കെ, സോ divine god, goddess, archangels, guardian angels of all the viewers, spirit guides of all the viewers, എന്താണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയേണ്ടത്? So let's see, I'll go for this. 5 of wands. Okay, this one, temperance, seven of cups, wheel of fortune in reverse ആണ് വന്നത്. Okay, in reverse, fine. All right, and what else? Two of swords. Okay, so ഇവിടെ നേരെ എടുത്ത് വെക്കാം. wheel of fortune in reverse. Okay, 5 of wands, temperance, 7 of cups, and 2 of swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് പ്രേക്ഷകരോട് ദാറ്റ് എന്ത് കോൺഫ്ലിക്റ്റ് ആണോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. ഓക്കെ, പ്രേക്ഷകരുടെ മനസ്സിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആകാം, നിങ്ങളുടെ കുടുംബക്കാരുടെ ആകാം, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ ആകാം. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിനകത്ത് കൺസിസ്റ്റൻ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ എപ്പോഴൊക്കെ ആ ഒരു കാര്യം ആലോചിക്കുന്നു, കട്ട് ക്യാൻസൽ റിലീസ്, കട്ട് ക്യാൻസൽ റിലീസ്, ഇത് പറയൂ. ഓക്കെ, എത്ര തവണ പറയേണ്ടി വന്നാലും അത് പറയൂ. ബാലൻസ് കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്, കാരണം നിങ്ങളുടെ ഇമോഷൻസ് അല്ല ഈ ഇമോഷൻസ്. ഓക്കെ, ഇത് മറ്റാൾക്കാരുടെ ഇമോഷൻസ് ആണ്, അതിലേക്ക് നിങ്ങളെ വലിച്ചെറുക്കുകയാണ്. സോ അത് ചെയ്യാതിരിക്കൂ. ഓക്കെ, നിങ്ങളുടെ അതോറിറ്റി എവിടെയാണ്? ഓക്കെ, ഞാൻ മറ്റാൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നില്ല. ഈ മറ്റാൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കുടുംബം ആണെങ്കിൽ പോലും ഓക്കെ, നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ഓക്കെ, മറ്റാൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടൂ, അത് സോൾവ് ചെയ്യൂ. പക്ഷേ അതിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കും. 7 ഓഫ് കപ്സ് ആണ് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സൈഡിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, ഒരു സൈഡിൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്. കോൺഫ്ലിക്ട്സ് ഒത്തിരിയാണ്. നിങ്ങൾക്കറിയില്ല ആരുടെ അടുത്ത് പോകണം, നിങ്ങൾക്കറിയില്ല ആരോട് ഹെൽപ്പ് ചോദിക്കണം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണ്, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഇൻ റിവേഴ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് കാര്യങ്ങൾ ഇപ്പോൾ ഇത്തിരി മറിഞ്ഞിരിക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. ഓക്കെ, ഏഞ്ചലിക് ഗൈഡ്സ് ഉണ്ട്, നിങ്ങളുടെ ദൈവങ്ങളുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ ഇങ്ങനെ ആക്കാൻ. ഓക്കെ, സോ അവിടെ പറയുന്നത് പ്രാർത്ഥനകളിലേറെ മുഴങ്ങും. ബിക്കോസ് എത്ര പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നോ അത്രയും പ്രാർത്ഥനകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നൗ ഐ വുഡ് ലൈക്ക് ടു സീ വാട്ട് എൽസ്. ദേവ, എന്താണ് അറിയണ്ടേ?
Please guide us. Please guide us. നയൻ ഓഫ് പെൻറ്റക്കിൾസ്. സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേറെ ശ്രദ്ധ കൊടുക്കൂ. ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ജോലി ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിലേറെ ശ്രദ്ധ കൊടുക്കൂ. ഓക്കെ, നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ്. ഓക്കെ, ഓരോ ദിവസം ഓരോ കാര്യം അന്നന്നത്തെ ദിവസത്തിൽ മാത്രം എടുക്കൂ. നാളെ എന്താകും അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് എന്താകും അത് ശ്രദ്ധിക്കാതിരിക്കും. കിളികൾ, പെറ്റ്സ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവാക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മൈൻഡ്, ഓക്കെ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ശ്രദ്ധിക്കാൻ മറക്കരുത്. I'll take these two. ടെൻ ഓഫ് സോഡ്സ് ആൻഡ് ദെൻ ഫൂൾ കാർഡ് ആണ് വന്നത്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്താണോ, ഈ സിറ്റുവേഷൻ നിങ്ങളുടെ മാറി പോകുന്നതാണ്. ബിക്കോസ് ഫൂൾ 10ൽ നിന്ന് നേരെ 0യിലേക്ക്, ദാറ്റ് ഈസ് എ ജമ്പാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ എന്തവസ്ഥയാണോ ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതവസ്ഥയിൽ ആണോ ഇപ്പോൾ വന്നത്, ആൻഡ് അതേ സെയിം കാര്യങ്ങളാണ് പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്. പക്ഷേ ഇവിടെ എന്തോ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. ഐ തിങ്ക് പ്രേക്ഷകർ എന്തോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയോ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നോ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ. ഓക്കെ, പ്രാർത്ഥിക്കൂ, ദൈവത്തിനോട് പറയൂ, അല്ലെങ്കിൽ ഏഞ്ചൽസിനോട് പറയൂ, സ്പിരിറ്റ് ഗൈഡ്സിനോട് പറയൂ ദാറ്റ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. നൗ ഐ വോണ്ട് ടു ലുക്ക് അറ്റ് ദിസ് കാർഡ് ആസ് വെൽ. ഐ എം സോറി ഗൈസ്, ഇന്ന് ഇങ്ങനെയാണ് എനിക്ക് ഇൻറ്റൻഷൻ കിട്ടിയത്, ദാറ്റ് ഇങ്ങനെ വേണം ഞാൻ ചെയ്യാനെന്നുള്ളത്. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും, ചില പ്രേക്ഷകർക്ക് ഓക്കെ ആയിരിക്കും. 10 ഓഫ് wands. ഓക്കെ, സോ ഇപ്പോൾ ഓക്കെ സ്പിരിറ്റ് ഗൈഡ്സ് എക്നോളജ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ടയേർഡ്നെസ്. സ്പിരിറ്റ് ഗൈഡ്സിന് അറിയാം നിങ്ങൾ ഏറെ ടയേർഡ് ആണ്. ഓക്കെ, മെൻ്റൽ ക്ലാരിറ്റി അധികം ഇല്ല, നിങ്ങൾ ഏറെ ടയേർഡാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ റിവാർഡ്സ് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ടയേർഡ് ആണ്, ആൻഡ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടി വരും എന്നത് സ്പിരിറ്റ് ഗൈഡ്സ് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ്, വാട്ട് എൽസ്? ഓക്കെ, ഹെൽപ്പ് ദെം ടു ഗ്രോ എന്ന ചാനൽ മെസ്സേജാണ് വന്നത്. ഓക്കെ, ദേ വിൽ ലീൻ ടുവേർഡ്സ് യു. ഏതാൾക്കാർക്ക്, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ ഏതാൾക്കാരെ ഹെൽപ്പ്, ദാറ്റ് ഈസ് ആരാണോ നിങ്ങളോട് വന്ന് ഹെൽപ്പ് ചോദിക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യൂ. ബിക്കോസ് അവർക്ക് ഗ്രോ ചെയ്യാനുണ്ട്, ഇനിയും വളരാനുണ്ട്, നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പിന്നെയും ഒരേ ടൈപ്പിലെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കും പഠിക്കാനുണ്ട്, അവർക്കും പഠിക്കാനുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യൂ എന്നതാണ് സ്പിരിറ്റ് ഗൈഡ്സ് ഇപ്പോൾ പറയുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. സോ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് പുട്ട് ഓൺ ചെയ്യുന്നു, അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ പഠിത്തത്തിലായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ഓൾ റൈറ്റ്, നൗ ഫർദർ കാർഡ്സ് എടുക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർ ഹീലിംഗ് സെഷൻസ് ആൻഡ് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സെയിൽസ് ടീമിൻ്റെ വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൈൻഡ്ലി മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ചില സമയങ്ങളിൽ നമുക്ക് ഏറെ മെസ്സേജസ് ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും മെസ്സേജസിൻ്റെ റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ഓക്കെ, സോ യു നീഡ് ടു വെയിറ്റ്. നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതാണ്, അടുത്ത ദിവസം എങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കും. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലാണ് ആദ്യം ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആദ്യമേ ഷോർട്സ് കാണാൻ ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. കൈൻഡ്ലി ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. എത്ര പറ്റുമോ അത്രയും എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഷെയർ ചെയ്യുക. ആസ് വെൽ, ദിസ് റിംഗ്, ദിസ് ഇസ് ഫിറോസ. ഓക്കെ,
ഇത് ഞാൻ എഗെയിൻ ബ്രേസ്ലെറ്റ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ക്രിസ്റ്റൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഏതൊക്കെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ. ഓക്കെ, ഇത് ടർക്കോയിസ് റിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ലോ റേറ്റുള്ള ബ്രേസ്ലെറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഈ റിംഗ് ഇത് സിൽവറിലാണ്. ഓക്കെ, ഇത് സിൽവറിലാണ്. ആൻഡ് ടർക്കോയിസ് ഇതിനെ ഫിറോസ എന്നതും പറയും. പ്രേക്ഷകർക്ക് അറിയെങ്കിൽ ഫിറോസ ക്രിസ്റ്റൽ ആർക്ക് വേണേലും ധരിക്കാവുന്നതാണ്. ഓക്കെ, ഏതൊരു കാര്യത്തിന് വേണേലും ധരിക്കാവുന്നതാണ്. ആൻഡ് ഈ ക്രിസ്റ്റൽ ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, പെതുക്കെ നിങ്ങളുടെ കാര്യങ്ങളെ അലൈൻ ചെയ്ത് തരുന്ന ഒരു ക്രിസ്റ്റലാണ് ഫിറോസ അല്ലെങ്കിൽ ടർക്കോയിസ് ക്രിസ്റ്റൽ. ഓക്കെ, സോ ടർക്കോയിസ് ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് ഞങ്ങളുടെ അടുത്ത്. ഓക്കെ, ദാറ്റ് ഈസ് സിന്തറ്റിക് ആണ്. സിന്തറ്റിക് ഇൻ ദ സെൻസ് 50% ഒറിജിനൽ ക്രിസ്റ്റലും 50% കെമിക്കൽ ഇട്ട ക്രിസ്റ്റൽസുമാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നൗ വെയിറ്റ്, ഐ വിൽ ഷോ യു വൺ. നൗ ഇത് ആംബർ ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഞാൻ ധരിക്കുന്ന ആംബർ ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, നൗ ഇതും സിന്തറ്റിക് ആണ്. ബട്ട് ഇറ്റ് ഈസ് സച്ച് എ പവർഫുൾ ബ്രേസ്ലെറ്റ്. എപ്പോഴൊക്കെ ഞാനിത് ധരിക്കുന്നു എൻ്റെ വൈബ്രേഷൻ ഹൈ ആണെന്നത് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഓക്കെ, സോ ഈവൻ തോ ഇത് സിന്തറ്റിക് ആണ്, ഡസൻറ്റ് മാറ്റർ, ഇറ്റ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി. ഓക്കെ, ഈ ഒരു സ്റ്റോക്കും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒറിജിനൽ ആംബറുടെയും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ടർക്കോയിസ് ഒറിജിനൽ ആസ് വെൽ ആസ് ആംബറുടെ ഒറിജിനൽ, സിന്തറ്റിക് അല്ല, ടോട്ടലി ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രൈസ് അന്നേരം അറിയിക്കുന്നതാണ്. ഒറിജിനൽ ആംബർ ആൻഡ് ഒറിജിനൽ ദാറ്റ് ഈസ് 100% ഒറിജിനൽ ആയിട്ടുള്ള ടർക്കോയിസ് റിങ്ങും ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ സാമ്പിൾ കാണിക്കാൻ വേണ്ടി, ഇത് എൻ്റെ കയ്യിലുള്ളതാണ്, ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് 100% ഒറിജിനൽ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് 100% ഒറിജിനൽ കിട്ടും. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ സിന്തറ്റിക് അവൈലബിൾ ആണ്. ദാറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. ഓക്കെ, സോ ഒറിജിനൽ വേണ്ടവർക്ക് സെയിൽസ് ടീമിനെ അറിയിക്കാം. നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ ബുക്കിംഗ് ചെയ്യുമ്പോൾ, ഓക്കെ, മണി അടച്ച് ബുക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ 12 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേസ്ലെറ്റ് ഞാൻ കൊണ്ടുവന്ന് ഡിസ്പാച്ച് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ 12 ഡേയ്സ് എടുക്കും എൻ്റെ അടുത്ത് വരാൻ. ഓക്കെ, ഇത് ഷിപ്പ് ചെയ്ത് ഫ്ലൈറ്റ് വഴിയാണ് വരുന്നത്. സോ ഇത് എൻ്റെ അടുത്ത് എത്താൻ 12 ഡേയ്സ് എങ്കിലും എടുക്കും. ഓക്കെ, സോ 12 ഡേയ്സിനുള്ളിൽ ഞാൻ നിങ്ങൾക്കിത്, അത് കഴിഞ്ഞ് ഞാൻ എനർജൈസ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. സോ പ്രേക്ഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ടീമിനെ കോൺടാക്ട് ഇൻ ദ സെൻസ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ പൈറൈറ്റ് ലോക്കറ്റ്, ഓക്കെ, പൈറൈറ്റ് റിങ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ബിക്കോസ് ഐ ഫീൽ റിങ്ങിൽ വരുന്ന ക്രിസ്റ്റൽസ് എനിക്ക് അത്ര ക്വാളിറ്റി അത്ര തോന്നിയില്ല. ബട്ട് പൈറൈറ്റ് ലോക്കറ്റ്, ബിക്കോസ് അത് ചെറിയൊരു ലോക്കറ്റ് മതിയല്ലോ, സോ ആ ലോക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇൻഫോം ചെയ്യാം സെയിൽസ് ടീമിനെ ദാറ്റ് നിങ്ങൾക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. സ്പിരിറ്റ് ഗൈഡ്സ്, what else? Inner strength. All right, one more card please. Visualization. All right, see, പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ സ്ട്രെങ്ത് അതിനെ വളർത്തൂ. ഓക്കെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടുള്ളതാണ്, നിങ്ങൾക്ക് വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ ഈ ചാലഞ്ച് നിങ്ങളുടെ ധൈര്യത്തെയാണ് വളർത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ ധൈര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് സംഭവിച്ചാലും മനസ്സിലാക്കൂ, നിങ്ങളുടെ ധൈര്യം വളരുകയാണ്. ആൻഡ് പ്രേക്ഷകരോട് പറയുന്നത് വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബുദ്ധിമുട്ടാണ് ചില പ്രേക്ഷകർക്കെങ്കിൽ, ഓക്കെ, കുറച്ച് സമയം എല്ലാ ദിവസവും എടുക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്നും കാണില്ല. ഓക്കെ, നിങ്ങൾക്കൊരു വീട് വേണം. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ആ വീട് സങ്കല്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളൊരു ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തു, അതിനെ കുറച്ച് നേരം നോക്കി കണ്ണടച്ചു. ആൻഡ് നിങ്ങളുടെ തേർഡ് ഐ, ദാറ്റ് ഈസ് നിങ്ങളുടെ 2 ഐബ്രോയുടെ സെൻറ്ററിൽ തേർഡ് ഐ ചക്ര, ആ തേർഡ് ഐ ചക്രയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ
ചില സമയങ്ങളിൽ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം വരെ പ്രേക്ഷകർക്ക് ആ ഒരു വീടിൻ്റെ പിക്ചർ നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ കാണാൻ പറ്റില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. എത്രയോ ക്ലയൻസ് എന്നോട് പറയാറുണ്ട്, മാം ഞങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും കാണുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കോൺസെൻട്രേഷനിൽ കൊണ്ടുവരുമ്പോൾ ആക്ച്വലി അത്രയും സമയം, ദാറ്റ് ഈസ് എന്ന് തൊട്ട് നിങ്ങൾ ആ വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങുന്നു, ആക്ച്വൽ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങുന്നു, അത്രയും ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയല്ല. നിങ്ങളുടെ മൈൻഡ് അതിനെ തോട്ട്സിനെ ഒന്നിച്ചാക്കുകയാണ്. ഏകാഗ്രതയിൽ നിങ്ങൾ വരികയാണ്. നിങ്ങളുടെ ഫോക്കസ് വളരുകയാണ്. ഓക്കെ. സോ 1 മാസം വരെ ഞാൻ ഒന്നും കണ്ടില്ല, അതൊന്നും ഞാൻ വിട്ടേക്കാം എന്ന് പറഞ്ഞ് വിടരുത്. ഓക്കെ. നിങ്ങൾക്ക് എപ്പോൾ വരെ ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ. ചിലർക്ക് 2 മാസം എടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ യുവർ എനർജി. നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാകാം, നിങ്ങളുടെ എനർജി വളരെ ലോ ആകാം. നിങ്ങൾ ആ ലോ എനർജിയിൽ ഇരിക്കുകയാണ്, എനിക്ക് വിഷ്വലൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. ഗിവ് ദ ടൈം. നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും സമയം കൊടുക്കൂ. ഓക്കെ. ആൻഡ് ഈ വിഷ്വലൈസേഷൻ പ്രോസസ്സ് നിങ്ങളുടെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ആ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ ഈ 2 കാര്യമാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ഗൈഡൻസായി നൽകുന്നത്. ദാറ്റ് നിങ്ങളുടെ ധൈര്യം വളരുകയാണ്, അതിനെ ഒന്നും കൂടി വളർത്തൂ. ആൻഡ് വിഷ്വലൈസേഷൻ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇതാണ് പ്രേക്ഷകർ, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. ഓക്കെ. അതിനെ അംഗീകരിക്കൂ, അക്സെപ്റ്റ് ചെയ്യൂ. കമൻറ്റ് സെക്ഷനിൽ എഴുതൂ ഐ അക്സെപ്റ്റ്. ജസ്റ്റ് ടു ക്ലെയിം ദാറ്റ് നിങ്ങൾ ഈ റീഡിംഗ് ക്ലെയിം ചെയ്യുന്നു ആൻഡ് സ്പിരിറ്റ് ഗൈഡ്സ് അറിയുന്നു ദാറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. വൺസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പിരിറ്റ് ഗൈഡ്സ് അതിനുള്ള വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നതാണ്. ഡിവൈൻ ആരും നിങ്ങളുടെ കയ്യിൽ വന്ന് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരത്തില്ല, അവർ ഹിൻറ്റാണ് തരുന്നത്. ഓക്കെ. നിങ്ങളൊരു പോസ്റ്റ് കാണുന്നു, അവിടെ ഒരു ഹിൻറ്റ് കണ്ടു. നിങ്ങളൊരു വീഡിയോ കാണുന്നു, അവിടെ എന്തോ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു, ഓക്കെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ സൈൻ. അതാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് നൽകുന്ന സൈൻ. ഓക്കെ. ഓൾറൈറ്റ് ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. പെട്ടെന്നുള്ള അർജൻറ്റ് റീഡിംഗ് ആയിരുന്നു. ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഫലിക്കട്ടെ. ഓക്കെ. ഫലപ്രദമാകട്ടെ. ലൈക്ക് ചെയ്യുക, ഏറെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് എനിക്കൊപ്പം നിൽക്കുന്നതിന്. താങ്ക് യു. ആൻഡ് അറൗണ്ട് 54% മെമ്പേഴ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, ബിക്കോസ് എനിക്കറിയാം പല ടാരോ കാർഡ് റീഡേഴ്സ് വഴക്ക് പറയും. എനിക്കൊന്ന് വഴക്ക് പറയുന്നതുകൊണ്ടാണ് പ്രേക്ഷകർ ചെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നത്. ഞാനിവിടെ വഴക്ക് പറയാനിരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നുമുണ്ട് നിങ്ങൾ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എനർജി ഇംബാലൻസ് ചെയ്യുകയാണ്. എൻ്റെ എനർജിക്ക് പ്രശ്നം വരില്ല, ബിക്കോസ് ഞാനിവിടെ ഡിവൈനെ വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജിക്കും പ്രശ്നം വരില്ലായിരിക്കാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ കാണാതിരിക്കുക. ബിക്കോസ് ദർ ഇസ് നോ യൂസ്. നിങ്ങൾ വെറുതെ വന്ന് ഇങ്ങനെ കണ്ടു പോകുകയാണ്, നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ. ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബിന് പൈസ കൊടുക്കുന്നില്ല. ഓക്കെ. നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ടൈമോ നിങ്ങളറിയാതെ സ്പെൻഡ് ആവുന്നില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ റിയലി ഹോപ്പ് അൺസബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ബട്ടൺസ് ഏറെ കാണും ഞാൻ. ഓക്കെ. ഇല്ല എന്നുണ്ടെങ്കിലും എത്ര സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടോ അവർക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് എന്നും ഞാനിവിടെ നൽകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.